തുടക്കത്തിൽ തന്നെ 1,25,000 രൂപ ശമ്പളം, കൂടെ ഇന്ത്യൻ നേവിയിൽ ഒരു ഓഫീസർ പദവിയും. കേൾക്കുമ്പോൾ തന്നെ ആവേശകരമായ ഒരു വാർത്തയാണിത്. അതെ, ഇന്ത്യൻ നേവിയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസറാകാൻ ഇപ്പോൾ സുവർണാവസരമാണ് വന്നിരിക്കുന്നത്. ഏകദേശം 260ഓളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണിത്. ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ശമ്പളവും അന്തസ്സുമാണ്. തുടക്കത്തിൽ തന്നെ ആകർഷകമായ ശമ്പളം ലഭിക്കുന്നതിനൊപ്പം രാജ്യത്തെ സേവിക്കാനുള്ള വലിയൊരു അവസരവുമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. എക്സിക്യൂട്ടീവ്, എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായിട്ടാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ സർവീസ്, പൈലറ്റ്, നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിലും +2ലും കുറഞ്ഞത് 60% മാർക്കുണ്ടായിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ് വിഷയത്തിന് 60% മാർക്ക് നിർബന്ധമാണ്. ഓരോ വിഭാഗത്തിലേക്കും വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റങ്ങളുണ്ട്. മിക്ക തസ്തികകളിലേക്കും 60% മാർക്കോടെയുള്ള BE അല്ലെങ്കിൽ BTech ആണ് അടിസ്ഥാന യോഗ്യത. IT, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങി ഒട്ടുമിക്ക എഞ്ചിനീയറിംഗ് ശാഖകളിലുള്ളവർക്കും ഇവിടെ അവസരമുണ്ട്. ചില പോസ്റ്റുകളിലേക്ക് MSc, MCA, MBA എന്നിവയുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരി 24-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് SSB ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ലഭിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കേരളത്തിലെ ഏഴുമല നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം നൽകുക. നമ്മുടെ സ്വന്തം നാട്ടിൽ ഏഴുമലയിൽ പരിശീലനം നേടി ഇന്ത്യൻ നേവിയുടെ ഭാഗമാകാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒട്ടും വൈകാതെ തന്നെ ജോയിൻ ഇന്ത്യൻ നേവി എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുക. നിങ്ങളുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു വഴിത്തിരിവാകാൻ ഈ അവസരത്തിന് കഴിഞ്ഞേക്കും. ഈ വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് വലിയൊരു ഉപകാരമായിരിക്കും.